ഒന്നാമത് ഈ CPM ഇന്ന് പാടെ അടിയെ പോയിരിക്കുന്ന ഒരു ദിവസം വന്ന് ഇതുപോലൊരു കൊടും കൊലപാതകം ചെയ്ത കൊലപാതക കേസിലെ പ്രതികളൊക്കെ കണ്ടാലറിയാവുന്നവരും ഈ നാട്ടിൽ അറിയപ്പെടുന്ന CPMകാരായ ഒരു ദിവസം വന്ന് ചാനൽ ചർച്ചയിൽ വന്ന് ഈ പരിഹാസവും ഈ ഊളച്ചിരിയും ചിരിക്കുന്നത് ഒരു മാന്യമായ രാഷ്ട്രീയത്തിന് പറ്റിയതല്ല എന്ന് ഞാൻ വസീഫിനെ ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം രണ്ട് ചെറുപ്പക്കാർ 19-21 വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരെ കൊലപാതകം ചെയ്തതിൻ്റെ വിധി പ്രസ്താവം വന്ന് ആ വിധി പ്രസ്താവത്തിൽ 4 CPMകാരായ പ്രധാനപ്പെട്ട പ്രതികൾ, അതും ഒന്ന് മുൻ MLA അടക്കം ഏരിയ സെക്രട്ടറി അടക്കമുള്ള പ്രതികൾ ഉണ്ടായ ദിവസം ഇതുപോലൊരു കൊലച്ചിരി ചിരിക്കാൻ CPMകാരനെ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് വസീഫിൻ്റെ ഇന്നത്തെ ചിരി. അതുകൊണ്ട് ആ കൊലച്ചിരി അധികം കാലം CPMന് വാഴില്ല എന്നുള്ളത് വസീഫിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കേസിലേക്ക് വന്നാൽ ഈ കേസ് വളരെ കൃത്യമാണ്. എന്താണ് ഇവരാദ്യം പറഞ്ഞത്? വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ് കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് CPM ആദ്യം മുതൽ എടുത്ത സ്റ്റാൻഡ്. ഇത് വളരെ കൃത്യമായി ഹൈക്കോടതിയുടെയും ഇന്നത്തെ CBI കോടതിയുടെയും വിധി പ്രസ്താവത്തിലൂടെ വന്നിരിക്കുകയാണ്. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണ് ഈ കൊലപാതകം നടന്നതെന്ന്. അപ്പോൾ തന്നെ CPMന്റെ മുഖംമൂടി അവിടെ അഴിഞ്ഞു വീണു. എന്താണ് രാഷ്ട്രീയ വിഷയം? രാഷ്ട്രീയ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അവർ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരായതും ആ നാട്ടിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയതിൻ്റെയും അതിൻ്റെ വൈരാഗ്യത്തിന്റെ പേരിലാണ് CPMകാർ കൊലപ്പെടുത്തിയത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി 2, ഇവർ ആദ്യം പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു, പിന്നീട് മറ്റേ ഏജൻസി അന്വേഷിച്ചു, മൂന്നാമത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണവും പോരാ എന്ന് കുടുംബവും കോൺഗ്രസും പറയാനുള്ള കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷനിൽ ഞങ്ങൾ പറയുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട ഡിഫെക്ഷനായി ക്രൈംബ്രാഞ്ച് കൊടുത്ത റിപ്പോർട്ടിലുണ്ടായിരുന്നത് മുറിവും ആയുധങ്ങളും തമ്മിൽ ടാലിയാകുന്നില്ല എന്നുള്ളതാണ്. ഒരു കൊലപാതക കേസിൽ ഏറ്റവും എളുപ്പത്തിൽ പ്രതികളെ രക്ഷിക്കുവാൻ വേണ്ടി ഈ പോലീസ് ചെയ്യുന്ന വിദ്യയാണ് മുറിവും ആയുധങ്ങളും തമ്മിൽ ടാലിയാക്കാതിരിക്കുക. ഇത് കണ്ടെത്തി ഞങ്ങൾ ഹൈക്കോടതിയിൽ പറഞ്ഞതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇത് CBI അന്വേഷണത്തിന് വിട്ടത്. ആ CBI അന്വേഷണത്തിന് വിട്ടുകഴിഞ്ഞപ്പോൾ CPM ചെയ്തത് വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് അതിൽ അപ്പീൽ കൊടുത്തു. ഒരു കാരണവശാലും CBI വരരുത് എന്ന് പറഞ്ഞു. അതിനുവേണ്ടി എത്ര ലക്ഷങ്ങൾ പൊടിച്ചു എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഡിവിഷൻ ബെഞ്ചും CBI അന്വേഷണത്തിന് വിട്ടപ്പോൾ ഇവർ ചരിത്രത്തിൽ ഒന്നുമില്ലാത്ത രീതിയിൽ ഇവർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഇന്നും ഇവിടെ വന്ന് ഈ വിടുവായത്തം മുഴുവൻ വിളിച്ചു പറയുമ്പോൾ ചരിത്രത്തിൽ ഒന്നുമില്ലാത്ത രീതിയിൽ പ്രതികൾക്ക് വേണ്ടി ഡൽഹിയിലെ സുപ്രീം കോടതിയിലെ മുന്തിയ വക്കീലന്മാരെ, സർക്കാർ വക്കീലന്മാർ പോലും അല്ല, മുന്തിയ വക്കീലന്മാരെ അപ്പോയിന്റ് ചെയ്തിട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. സുപ്രീം കോടതിയും തള്ളിയതിനു ശേഷമാണ് CBI അന്വേഷണം വരുന്നത്. CBI അന്വേഷണം വന്ന് അവർ ഫോറൻസിക് പരിശോധനകളിൽ വളരെ കൃത്യമായി ഇടപെട്ട് ഈ ടാലി, അതായത് മുറിവും ആയുധങ്ങളും തമ്മിലുള്ള ടാലി വളരെ കൃത്യമായി കണ്ടെത്തുകയും 4 പേരെ, ക്രൈംബ്രാഞ്ച് ഉൾപ്പെടുത്താത്ത 4 പേരെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും അത് പ്രോസിക്യൂഷന് തെളിയിക്കാൻ പറ്റുകയും ചെയ്തു എന്നുള്ളതിൽ CBI അന്വേഷണം ഇതിനകത്ത് എത്രമാത്രം പര്യാപ്തമായിരുന്നു, അതല്ലെങ്കിൽ എത്രമാത്രം ആവശ്യമായിരുന്നു എന്നുള്ളത് ഈ വിധി പ്രസ്താവം വന്ന ദിവസം ഇന്ന് വ്യക്തമാകുകയാണ്. ഇവർ ഇപ്പോഴും പറയുന്നത് എന്താ? ഇവര് എന്നിട്ട് ചെയ്തത് എന്താ? ഈ കേരളത്തെ പോലും നാണിക്കുന്ന രീതിയിൽ ഇതിന്റെ തുടക്കം മുതൽ കോൺഗ്രസിനും കുടുംബത്തിനും നിയമ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ഒരു കോൺഗ്രസ് നേതാവ്, അയാളെ പോലെ ഇതുപോലൊരു കൊടും ക്രൂരനായ ഒരു വ്യക്തി, അയാളെ പണം കൊടുത്ത് പർച്ചേസ് ചെയ്ത് സ്വന്തം പക്ഷത്തേട്ട് കൊണ്ടുവന്ന് ആരൊക്കെയാണ് സാക്ഷികൾ, ആ സാക്ഷികൾ എന്താണ് മൊഴി പറയാൻ പോകുന്നത്, ഈ കേസിന്റെ വാദിഭാഗത്തിന്റെ അല്ലെങ്കിൽ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബത്തിന്റെയും മെയിൻ പോയിന്റുകൾ എന്തായിരുന്നു എന്ന് ആ CK ശ്രീധരൻ എന്ന് പറയുന്ന കൊടും ക്രിമിനലായ കൊടും പാതകനായ ആ മനുഷ്യനെ പർച്ചേസ് ചെയ്തുകൊണ്ട് CPMൽ കൊണ്ടുപോയി. ഇത്രയും ശ്രമങ്ങൾ നടത്തി അവിടെയുള്ള പ്രതികൾക്ക് ചെലവും പരോളും കൊടുത്തു. ഇത്രയും ഒക്കെ ചെയ്തിട്ട് CPM ഇന്ന് ഈ വിധി പ്രസ്താവം വന്ന ദിവസം ഇവിടെ വന്ന് പറയുകയാണ് ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചാൽ ഇത് കേരളത്തിന്റെ മുമ്പിൽ രാഷ്ട്രീയ നഗ്നത പ്രദർശിപ്പിക്കുന്നതാണ് CPM എന്ന് പറയുന്ന പാർട്ടി. ഇവിടെ വീണ്ടും ഇവർ മറ്റെന്തോ കുറെ കഥകൾ പറയുന്നു. ആരാണ് വസീഫ? നിങ്ങൾ കൊലപാതകത്തിന്റെ ചരിത്രം എടുക്കൂ. ഏതാണ്ട് കഴിഞ്ഞ 20 കൊല്ലം 125 രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായതിൽ ഭൂരിപക്ഷം കേസുകളിലും നിങ്ങളല്ലേ പ്രതികൾ. നിങ്ങളുടെ പ്രവർത്തകർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേ സമയത്ത് RSSന്റെ കുറെ പ്രവർത്തകർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുണ്ടായ രാഷ്ട്രീയ കൊലപാതകമാണ് കേരളത്തിന്റെ സമാധാനാന്തരീക്ഷത്തെ തകർത്തത്. അതിന് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകം നടത്തുന്നതിന് ഞങ്ങൾ എന്താണ് പഠിച്ചത്? ഞങ്ങളുടെ പ്രവർത്തകർ ഇപ്പോ ഷുഹൈബിന്റെ കേസ്
ഷുഹൈബിന്റെ വധക്കേസിൽ ഉൾപ്പെടെ പ്രതികളെ സംരക്ഷിച്ചതാണ്. വസീഫ് ഇവിടെ തീരെ നിരർത്ഥകമായ വാദങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രകടമായി പാർട്ടിയുടെ ഒരു ജില്ലാ ഭാരവാഹികൾ തൊട്ട് പ്രതിയായ ഒരു കൊലപാതക കേസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് വസീഫ് ഇവിടെ പറയുന്നത്. വസീഫ് ഇവിടെ ഏതോ മലപ്പുറത്തെ ഏതോ പേരുകളൊക്കെ പറഞ്ഞ് ഇതൊക്കെ കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്തൊന്നും ഉത്തരമില്ല. കാരണം നിങ്ങളുടെ പോലീസ് അന്വേഷിച്ചിട്ട് പോലും ഇതൊക്കെ ആര് ആലോചിച്ച് എവിടെ പ്ലാൻ ചെയ്താണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഇന്ന് ഒരു CPM MLA മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ പറയുകയാണ് അയാൾ DYFI പ്രവർത്തകനാണ്, വസീഫാണ് കഞ്ചാവ് കൊടുത്തതെന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതിലർത്ഥമില്ല. ഞാൻ അങ്ങനെ പറയുന്നതും ശരിയല്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഒറ്റപ്പെട്ട സംഭവങ്ങൾക്കപ്പുറം പ്രകടമായി CPM പ്രതിപ്പട്ടികയിൽ CPM നേതാക്കന്മാർ പ്രതിപ്പട്ടികയിൽ വന്ന കേസുകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. TP ചന്ദ്രശേഖരന്റെ വധക്കേസ് വ്യക്തമായി CPM നേതാക്കന്മാർ, ഏരിയ സെക്രട്ടറിമാർ, ലോക്കൽ സെക്രട്ടറിമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കൊലപാതകത്തിനും ഗൂഢാലോചനയ്ക്കും പ്രതിപ്പട്ടികയിൽ വന്നു. അവർ ശിക്ഷ അനുഭവിച്ചു, അവരെ ശിക്ഷിച്ചു. എന്താണ് CPM നയം? CPM പറയുന്നത് ഇന്നും TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടി കുറ്റക്കാരല്ല എന്ന, ഈ നേതാക്കന്മാർ കുറ്റക്കാരല്ല എന്ന. അതുകൊണ്ടാണ് CPM ആ പ്രതികൾക്ക് വേണ്ടി ഇന്നും നിലകൊള്ളുന്നത്, ആ പ്രതികളുടെ കല്യാണം നടത്താൻ പോകുന്നത്, ആ പ്രതികളുടെ നൂലുകെട്ടിന് പോകുന്നത്, ആ പ്രതികൾക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ജയിലിൽ ഒരുക്കി കൊടുക്കുന്നത് ഈ CPM ആണ്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ കൊലപാതകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ ഷുഹൈബിന്റെ വധക്കേസിൽ വ്യക്തമായി ഷുഹൈബിനെ വെട്ടിക്കൊലപ്പെടുത്തിയ, ഏറ്റവും കൂടുതൽ പ്രാവശ്യം വെട്ടിയത് ആകാശ് തില്ലങ്കേരിയാണെന്നറിയാം. ഈ ആകാശ് തില്ലങ്കേരിക്ക് അവാർഡ് കൊടുത്തതാരാ? ഇവരുടെ യുവജന കമ്മീഷന്റെ ചെയർമാനായ ഷാജറാണ്. ആ ആകാശ് തില്ലങ്കേരിക്ക് സ്വർണ്ണക്കള്ളക്കടത്തിന്, മയക്കുമരുന്ന് കടത്തിന്, വേണ്ടാത്ത എല്ലാ പണിക്കും അവിടെ പിന്തുണ കൊടുക്കുന്നതാരാ? ഇതേ CPM DYFI-യുമാണ്. അപ്പോൾ നിങ്ങൾ ഈ കൊലപാതകളെ മുഴുവൻ സംരക്ഷിക്കുകയാണ്. ഇപ്പൊ ഈ വിഷയത്തിൽ ഇപ്പൊ ആരാണ് പീതാംബരൻ? ഇദ്ദേഹം ഒരു പീതാംബരന്റെ പേര് പറഞ്ഞല്ലോ. ആരാണ് പീതാംബരൻ? പീതാംബരൻ CPM നേതാവല്ലേ? പീതാംബരൻ ഈ കേസിലെ പ്രതിയല്ലേ? ശിക്ഷിക്കപ്പെടാൻ പോകുന്ന വ്യക്തിയല്ലേ? ആരാണ് ഇതിനകത്ത് രാഘവൻ? ആരാണ് KV കുഞ്ഞിരാമൻ? നിങ്ങളുടെ പീതാംബരന്റെ ഭാര്യ, വളരെ ഭാര്യ ആ സംഭവത്തിൽ പീതാംബരൻ അറസ്റ്റിലാകുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? പാർട്ടി അറിയാതെ, അല്ലെങ്കിൽ പാർട്ടി അറിയാതെ പീതാംബരൻ ഇത് ചെയ്യില്ല എന്നൊരു പ്രസ്താവന അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ തെക്കൻ മേഖല ജാഥ നടത്തുന്ന സമയമാണ്. അദ്ദേഹം പറഞ്ഞത് ഭാര്യയോട് ചിലപ്പോൾ ഭർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പീതാംബരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് പാർട്ടിക്ക് അറിയില്ല എന്നാണ് അന്ന് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചത്. അതായത് വ്യക്തിപരമായി പീതാംബരൻ നടത്തിയ ഒരു കൊലപാതകം അത് പാർട്ടിയുടെ തലയിൽ വെക്കുകയാണ് എന്നടക്കം കാര്യം പറഞ്ഞു. പിന്നീട് 2021 പീതാംബരന്റെ ഭാര്യയ്ക്ക് ജോലി നൽകിയത് സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ഒക്കെ വലിയ തോതിൽ സമരം നടത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇങ്ങനെ പലതരത്തിൽ സുപ്രീം കോടതിയിൽ പോയി CBI അന്വേഷണത്തിനെതിരെ നിയമയുദ്ധം ചെയ്ത് അതിനുവേണ്ടി ശ്രമിക്കുന്നത്, ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച ആൾക്ക് ജോലി കൊടുത്തത് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്, പണം കൊടുത്തു എന്നൊരു ആരോപണം ഇടയ്ക്കുണ്ടായിരുന്നു പീതാംബരന്റെ കുടുംബത്തിന്. പണം കൊടുത്തു, അതിനുശേഷമാണ് അവർ ഇനിയൊന്നും പറയാനില്ല എന്ന നിലപാടെടുത്തത് എന്നൊരു ആരോപണം അതിനിടയിൽ വരുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള സെറ്റിൽമെന്റുകൾക്കുള്ള ശ്രമം അന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത് വളരെ വ്യക്തമാണല്ലോ. CPM സംബന്ധിച്ചിടത്തോളം പാർട്ടി അറിയാതെ ഇതൊന്നും ചെയ്യില്ല എന്നുള്ളതാണ്. ഞാൻ TP ചന്ദ്രശേഖരൻ വധക്കേസും ഷുഹൈബിന്റെ വധക്കേസും ഈ കേസും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പറയാൻ വന്ന കാര്യം അത് തന്നെയാണ്. പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് അരിയിൽ ഷുക്കൂറിനെ പരസ്യമായി വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയത്. പാർട്ടി നേരിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കൊലയാളി പ്രസ്ഥാനം എന്ന് പറയുന്നത്. നിങ്ങൾ കോൺഗ്രസിനെതിരെ ഏതൊക്കെ ആരോപണം ഉന്നയിച്ചാലും ആ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ആരോപണത്തിൽ ഒരു നേതാക്കന്മാരെ പോലും പ്രതികർക്കാൻ പറ്റിയിട്ടില്ല എന്നേ, ഒരു ഗൂഢാലോചന കേസും വന്നിട്ടില്ല എന്നേ. ഇവിടെ ഏതോ ചീമേനിയിലെ കേസൊക്കെ, ചീമേനിയിലെ കേസൊക്കെ പറയുമ്പോൾ എൻ്റെ വസീഫ, ഇവിടെ ആർക്കും അൽഷിമേഴ്സ് വന്ന് ഓർമ്മക്കുറവൊന്നും സംഭവിച്ചിട്ടില്ല. ചീമേനിയിൽ എന്താ സംഭവിച്ചേ ഈ ജനങ്ങൾ അറിയാൻ വേണ്ടി പറയാം. ചീമേനി അതുപോലെ തന്നെ കയ്യൂർ രണ്ട് പ്രദേശമാണ്. ചീമേനി കോൺഗ്രസിന് സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അവിടെ കയ്യൂർ CPM സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഏരിയ ആണ്. തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ബൂത്തിൽ ആളുകളെ ഇരുത്തില്ല. അങ്ങനെ ആ പ്രാവശ്യം ഒരു സെറ്റിൽമെന്റ് നടത്തി. ചീമേനിയിലേക്ക് CPM ഏജന്റ് വരട്ടെ, കയ്യൂരിലേക്ക് കോൺഗ്രസിന്റെ ഏജന്റ് പോകട്ടെ, അവർ ബൂത്തിൽ ഇരിക്കട്ടെ. പക്ഷെ കയ്യൂരിലേക്ക് പോയ കോൺഗ്രസിന്റെ ഏജന്റായ പുലാമന്തോൾ കൃഷ്ണൻ തിരിച്ചു വന്നില്ല. തിരിച്ചു വരാത്തതിന്റെ കാരണം CPM-കാർ ആ ബൂത്തിലിട്ട് കൃഷ്ണനെ വെട്ടിക്കൊലപ്പെടുത്തി. ആ വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ റിട്ടാലിയേഷനാണ് ചീമേനിയിൽ ഉണ്ടായത്. അതിന്റെ റിട്ടാലിയേഷൻ വീണ്ടും ഉണ്ടായി. വസീഫ് അങ്ങനെ ഓർമ്മക്കുറവ് ബാധിച്ച് ഇവിടെ അൽഷിമേഴ്സ് ബാധിച്ച പോലെ ഒന്നും ഇരിക്കണ്ട. ഓർമ്മകൾ ആരും ടൂർ പോയിട്ടൊന്നുമില്ല. കാരണം എന്താ? വീണ്ടും ജോസ് 3 പേരെയാണ് ആ പ്രതിപട്ടികയിലുണ്ടായിരുന്ന 3 പേരെ വീണ്ടും CPM-കാർ കൊലപ്പെടുത്തി. എന്നിട്ട് ഇവിടെ വന്നിട്ട് ചീമേനിയിലെ കേസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ആര് വിശ്വസിക്കാനാണ് വസീഫെ?
അത് മാത്രമല്ല ഇപ്പൊ ഇദ്ദേഹം കുറെ നേരമായി ഷിബിന്റെ കേസ് പറയുന്നുണ്ടല്ലോ. ആരാണ് വസീഫ്? അസ്ലമാരാ? കോഴിക്കോട് നിന്നുള്ള ആളാണല്ലോ വസീഫ്. അസ്ലമാരാ? അസ്ലമിനെ കൊലപ്പെടുത്തിയതാരാ? അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ റിട്ടാലിയേഷന്റെ കഥകൾ വേറെ, അത് വൈകാരികമായ റിട്ടാലിയേഷൻ ഉണ്ടാവും. പക്ഷേ നേതൃത്വം അറിഞ്ഞുകൊണ്ട്, പാർട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്ത കേസുകളാണ്. അത് ഷുഹൈബിന്റെ കേസായിക്കോട്ടെ, ഈ കൃപേഷ് ശരത്ലാൽ കേസായിക്കോട്ടെ, TP ചന്ദ്രശേഖരന്റെ കേസായിക്കൊള്ളട്ടെ, അരിയിൽ ഷുക്കൂറിന്റെ കേസായിക്കോട്ടെ, നേതൃത്വം നേരിട്ടറിഞ്ഞ് പ്ലാൻ ചെയ്ത് പദ്ധതി ഒരുക്കി ഒളിച്ചിരുന്ന് ചെയ്തതാണ്. അതാണ് ഈ കൃപേഷ് ശരത്ലാൽ കേസിൽ. ഇത് വെറുതെ ഒരു സംഘർഷത്തിലാണോ ഇതുണ്ടാകുന്നത്? സംഘർഷത്തിലല്ല. 3 ഇടത്ത് വെച്ച് ഗൂഢാലോചന നടത്തി. അവസാന ഗൂഢാലോചനയും കഴിഞ്ഞ് ഇവർ ഒരു പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്നു കുറെ അധികം ആളുകൾ. 2 പേരെ ഇവർ അമ്പലത്തിലെ ഉത്സവ കമ്മിറ്റി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് നോക്കാൻ വേണ്ടി 2 പേരെ നിർത്തി. ആ 2 പേർ ഇവർ ഉത്സവ കമ്മിറ്റി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഇവർ കൃത്യമായി മെസ്സേജ് കൊടുത്തു. ആ മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ 1 മുതൽ 8 വരെ പ്രതികൾ, പീതാംബരൻ ഉൾപ്പെടെ, താങ്കൾ പറഞ്ഞ CPM നേതാവ് പീതാംബരൻ ഉൾപ്പെടെ, അവർ അവിടെ വെട്ടിക്കൊലപ്പെടുത്തി. 2 പേരെയും അതിമാരകമായി. A4 അനിൽ വെട്ടിക്കൊലപ്പെടുത്തി. അയാളുടെ ദേഹത്ത് നിന്ന് കിട്ടിയ രക്തവും കൃപേഷിന്റെ ശരത്ലാലിന്റെ രക്തവും ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. അതാണ് CBI വന്നിട്ട് തെളിയിച്ചത്. നേരത്തെ ക്രൈംബ്രാഞ്ചിന് ആ തെളിവുണ്ടായിരുന്നില്ല. അത് വസീഫിനറിയോ? ഇവിടെ ആ ആയുധങ്ങളും മുറിവും തമ്മിലുള്ള ടാലി ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം വെച്ച് കോടതിയിൽ പോയായിരുന്നെങ്കിൽ ഈ കേസിലെ 1 മുതൽ 8 വരെ പ്രതികളും ഇന്നിപ്പോ വീട്ടിൽ പോക്കൊണ്ടേനെ. അവരെ ശിക്ഷിക്കില്ലായിരുന്നു. CBI കുറ്റപത്രം എന്ന് ഫോറൻസിക് പരിശോധനയിൽ പുനർപരിശോധന നടത്തി, തിരുത്തു വരുത്തി, ഫോറൻസിക് പരിശോധന വീണ്ടും നടത്തിയപ്പോഴാണ് ഈ കേസ് തെളിയുന്നത്. അതാണ് CBIയുടെ പ്രത്യേകത. അത് മാത്രമല്ല 4 പേരെ പുതിയതായി ചേർത്തു. ആ പുതിയതായി ചേർത്തവരെ പ്രോസിക്യൂഷൻ കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ ഒരു കാര്യം പറ, ഒരു ഇത്രയും മാരകമായ കൊലപാതകം നടന്നു, 2 ചെറുപ്പക്കാരെ വെട്ടിക്കൊലപ്പെടുത്തി. ആ ചെറുപ്പക്കാരെ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ പാർട്ടിക്ക് ബന്ധമില്ലെങ്കിൽ MLAയും ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും അവരെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാ? ഞങ്ങളിനെ പൊട്ടന്മാരാണോ വസീഫെ? അല്ല, അത് ഞാൻ ഉണ്ടാകുന്ന സമയത്ത് പോയി വർത്താനം പറഞ്ഞു. എന്ത് ന്യായീകരണമാണെന്ന് ഈ പറയുന്നേ? എന്ത് തോന്നിവാസം വന്ന് ഇങ്ങ് പറയാന്നാണോ വിചാരിക്കുക? എന്നിട്ട് ഇവിടെ വന്ന് അങ്ങ് ന്യായീകരിക്കുകയാണ്, ചിരിക്കുകയാണ്, കൊലച്ചിരിയാണ് വസീഫെ. ഈ കൊലച്ചിരി ഇതുപോലെ തന്നെയായിരുന്നു ത്രിപുരയിലും ബംഗാളിലും ഒക്കെ. അവിടുത്തെ DYFIക്ക് നേതാക്കന്മാർ ഈ കൊലച്ചിരിയാ ചിരിച്ചേ. അവസാനം മുച്ചൂടും മുടിഞ്ഞ് ആ DYFI നേതാക്കന്മാരൊക്കെ പൊറോട്ട അടിച്ചിരിക്കുന്നുണ്ട്. ആ ഗതി വസീഫിന് വരാതിരിക്കട്ടെ. ഈ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മരണം ഉണ്ടായതിനു ശേഷം നിയമസഭയിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അടിക്കാൻ വയനാട്ടിൽ വന്ന നേതാവ് നിങ്ങളുടെ നേതാവാ ശ്രീ വസീഫ്. ഉത്തർപ്രദേശിൽ നിന്ന് ജയിക്കില്ല എന്ന് കണ്ടപ്പോ വയനാട്ടിൽ വന്ന് മത്സരിക്കേണ്ട ആ നേതാവിന്റെ ഫോട്ടോ വെച്ചാലേ വസീഫെ, തമിഴ്നാട്ടിൽ ആകെ 2 MP ഉണ്ടാക്കിയത് ആ നേതാവിന്റെ ഫോട്ടോ വെച്ചാ. ഡൽഹിയിൽ ചെല്ലുമ്പോ ആ നേതാവിനെ കണ്ടു ഔദാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? എന്നിട്ട് യുപിയിൽ നിന്ന് പരാജയപ്പെട്ട് വയനാട്ടിൽ വന്ന് വർഗീയവാദികളുടെ എന്നിട്ട് വലിയ വർത്തമാനം പറയല്ലേ? ഇന്ത്യ അടക്കി ഭരിച്ചവരായിരുന്നു. ഇയാൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. അയാളുടെ മൈക്കോഫാക്ക് മാധു, ഇയാളുടെ മൈക്കോഫാക്ക് അയാൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. അയാളുടെ വിടുവായിട്ടല്ല അബിൻവർക്ക് പറഞ്ഞതിൽ ഇടപെട്ട് ഞാൻ സംസാരിക്കാൻ എന്നാൽ ഞാനും നിങ്ങളുടെ ചർച്ചയിലും ഞാൻ ഇടപെട്ടോളാം. നിങ്ങളുടെ ചർച്ചയിൽ ഞാൻ ഇടപെട്ടോളാം. ഒരു നിമിഷം അങ്ങനെ നിങ്ങളുടെ ചർച്ചയിലും ഞങ്ങൾ ഇടപെട്ടോളാം. ഞങ്ങളെ കുറിച്ച് എന്തും പറയാ. പിന്നെ എന്ത് പ്രശ്നം? നിങ്ങൾ തുടങ്ങിയപ്പോ മുതൽ വൺ സൈഡാ. നിങ്ങളൊന്നും പറയണ്ട. ഇവിടെ വിളിച്ചു പറയാ ഇന്ത്യ നോക്കൂ, ഞാൻ വേദവാക്യം പോലെ ഒരു വാക്ക് പോലും ഇടയിൽ ഇടപെടുന്നില്ല. ഞാൻ സംസാരിക്കുമ്പോ പൂർണ്ണമായി നിങ്ങൾ ഇടപെടുക, അതോടൊപ്പം ഇദ്ദേഹം ഇടപെടുക.
ഒരു ശരി, മാന്യതയില്ലാതെ ശരി, ചർച്ചയിലിരിക്കുക. ഞാൻ എടുക്കുന്നു വസീഫ. അങ്ങനെയുണ്ടോ? ഇനി ഞാനൊരു വരി പറയട്ടെ. ഇനി ഇതെന്താ ഞാനൊരു ഇവർ വരി പറഞ്ഞത് പറയട്ടെ. മാത്രം ശരിയാണല്ലോ? ഒരു മിനിറ്റ് തന്നെ ഒന്ന് ക്ഷമിക്കുക. അല്ല, ഒരു കാര്യം പറയണ്ട. ഇനി ഞാൻ പറയട്ടെ. ഇനി അല്ല, എനിക്ക് ഒരു പറയാനുള്ളത്. മിനിറ്റ്, ഒരു മിനിറ്റ്, നിങ്ങൾ പറയണ്ട. ഒരു ഞാൻ മിനിറ്റ്. പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ അല്ല, പറഞ്ഞു നിങ്ങൾ പോയാൽ അങ്ങ് ശരിയാവില്ല പറഞ്ഞോ. വസീഫെ. അല്ല, നിങ്ങൾ അങ്ങ് പറഞ്ഞോ. ഞാൻ പറയില്ല. ചോദിച്ചില്ല. നിങ്ങൾ അങ്ങ് പറഞ്ഞോ. ഞാൻ പറയുന്നില്ല. അങ്ങയോട് എന്റെ ചോദ്യം അല്ല, നിങ്ങൾ ചോദിച്ചില്ല പറഞ്ഞോ. വസീഫ്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ എന്റെ ചോദ്യം ഞാൻ- അങ്ങോട്ട് ചോദിച്ചില്ലെന്നേ. വേണ്ട. നിങ്ങളുടെ ചോദ്യം ഇവിടെ കുറെ ഉണ്ട്. ഒരു ഇദ്ദേഹം മിനിറ്റ്. പറഞ്ഞതിന് മറുപടി പറയട്ടെ. ഞാൻ എന്നിട്ട് ഞാൻ പറയാം. ചോദിച്ചില്ലെന്നേ. എന്റെ ഉത്തരത്തിനിടയ്ക്ക് അല്ല, ഇത്രയും അഡ്വക്കേറ്റ് ഇത്ര നേരം അബിബർക്കി നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞതാണല്ലോ. ഇടപെട്ടു. ഞാനത് അഡ്വക്കേറ്റ് പറഞ്ഞോട്ടെ. അബിബർക്കി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ ഇടപെട്ടിട്ട് വസീഫിനോട് ചോദിച്ചില്ല. ചോദിക്കുന്നതിന് മുമ്പ് വസീഫ് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അഭിന് സംസാരിക്കാൻ തുടങ്ങി. അതാ അതിന്റെ ഇടയ്ക്കുള്ള സമയമാണ്. അങ്ങേക്ക് സംസാരിക്കാൻ ഞാൻ എന്റെ ചോദ്യം അങ്ങയുടെ മുന്നിലേക്ക് വെച്ചിരുന്നില്ല വസീഫെ. അതിനു മുമ്പാണ് അങ്ങ് സംസാരിക്കുകയും അതിലിടപെട്ട് അവൻ സംസാരിക്കുകയും ചെയ്തത്. നിങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയെടുത്തൊരു സാഹചര്യമാണ്. അതിന് എന്റെ നേരെ ആരോപണം വെക്കല്ലേ. ഞാനതിൽ നിസ്സഹായമാണ്.